The Clover Kingdom. ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ആക്രമണം കാരണം റോയൽ ക്യാപിറ്റലിന്റെ പകുതിയിലും കൂടുതൽ നഷ്ടപ്പെട്ടു. അത് ശരിയാക്കാനുള്ള പണിയൊക്കെ നടക്കുന്ന സമയത്ത് തങ്ങളുടെ രാജ്യത്തെ രക്ഷിച്ച മാജിക് നൈറ്റ്സിനെ കാണാൻ വേണ്ടി വരുവാണ് ജനങ്ങൾ. എൽഫായവരുടെ കൂട്ടത്തിൽ മാജിക് നൈറ്റ്സും ഉണ്ടായിരുന്നുവെന്ന് ജനങ്ങൾക്ക് അറിയില്ല. എല്ലാ ക്യാപ്റ്റൻസും അങ്ങോട്ട് വന്ന സമയത്ത് യാമിയെയും ഗ്രീൻ പ്രൈം മാന്റിസസ് ക്യാപ്റ്റനെയും കാണാനില്ല. ഇതേസമയം മറ്റൊരു ഭാഗത്ത് തന്നെ അറ്റാക്ക് ചെയ്ത ചാർമിനെ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കുവാണ് അക്കോഡിയർ ക്യാപ്റ്റൻ. അങ്ങനെ എല്ലാ ക്യാപ്റ്റൻസിനെയും ജനങ്ങൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന സമയത്താണ് വിസാർഡ് കിങ്ങും മാക്സും അങ്ങോട്ട് വരുന്നത്. വിസാർഡ് കിങ്ങിന്റെ തലയിലെ കെട്ടെല്ലാം കണ്ട് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിനെ എതിർക്കുമ്പോൾ പറ്റിയതാണെന്ന് വിചാരിക്കുവാണ് ജനങ്ങൾ. സോ കുട്ടിയായി മാറിയ വിസാർഡ് കിങ്ങിന് ജനങ്ങളുടെ മുമ്പിലോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്റെ പേഴ്സണൽ ഡോക്ടറെ വിസാർഡ് കിങ്ങിന്റെ രൂപത്തിൽ ജൂലിയസ് പറഞ്ഞയക്കുന്നു. വിസാർഡ് കിങ്ങിന് തൊണ്ടവേദന ആയതുകൊണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് വില്യം ജനങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ജനങ്ങളോടെല്ലാം സംസാരിക്കാൻ അങ്ങോട്ട് വരുന്നത് ക്ലോവർ കിങ്ഡത്തിന്റെ രാജാവാണ്. ഈ അവസരം മുതലെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ആളാവാൻ വേണ്ടി തന്റെ മാജിക് എല്ലാം പുറത്തെടുത്ത് ജനങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുവാണ് രാജാവ്. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ക്ലോവർ കിങ്ഡം സുരക്ഷിതമായ കൈകളിലാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പെട്ടെന്നാണ് രാജാവിനെയും താഴെയിട്ട് അങ്ങോട്ട് രണ്ടുപേർ വരുന്നത്. സോ കണ്ടായപ്പോഴും കീരിയും പാമ്പും പോലെ ഫൈറ്റ് ചെയ്യുന്ന യാമയും ക്യാപ്റ്റൻ ജാക്കുമായിരുന്നു അത്. പെട്ടെന്നാണ് തങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളെയും ക്യാപ്റ്റൻസിനെയും അവർ ശ്രദ്ധിക്കുന്നത്. ഹേയ്, ഇവിടെ എന്താ പാർട്ടി വല്ലതും നടക്കുന്നുണ്ടോ? ഹേയ് യാമി, ജാക്ക്, ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിനെ തോൽപ്പിച്ച വിവരം ജനങ്ങളോട് പറയേണ്ട ദിവസം ഇന്നായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഓ, അത് ഇന്നായിരുന്നല്ലേ? ഞാനതങ്ങ് മറന്നുപോയി. ഹേയ്, നിങ്ങൾ രണ്ടുപേരും ലേറ്റ് ആയെന്ന് മാത്രമല്ല ഒരു കാര്യമില്ലാണ്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അടികൂടുന്നു. ഞാനൊന്നും ചെയ്തില്ല, ഇവനാ എല്ലാത്തിനും കാരണം എന്ന് പറയുവാണ് യാമി. ഹേയ്, നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചേ? അത് എന്റെ ഇൻവിസിബിൾ ലൈറ്റ് മാജിക് ആയിരുന്നു എന്ന് പറഞ്ഞ് രാജാവും ടെൻഷൻ ആവുന്നു. ഹേയ് മജസ്റ്റി, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവരോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അത് നിങ്ങളുടെ ഇമേജിനെ ബാധിക്കും. ഇനി നിങ്ങൾ അവരോട് നല്ല രീതിയിൽ പെരുമാറിയാൽ ജനങ്ങൾ നിങ്ങളെ ഒരുപാട് പ്രശംസിക്കും. ഇത് കേട്ട് രാജാവ് ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവരുതെന്ന് യാമിയോടും ജാക്കിനോടും പറയുന്നു. അങ്ങനെ രാജാവ് പോകുന്ന സമയത്ത് രാജാവിന്റെ കൂടെ കേറി പറ്റിയ സാസ തന്റെ ക്യാപ്റ്റനായ ജാക്കിനോട് തന്നെ വീണ്ടും സ്ക്വാഡിലോട്ട് വിളിക്കുമോ എന്ന് ചോദിക്കുന്നു. അതിന് നീ ഏതാടാ എന്ന് ജാക്ക് അവനെ അറിയാത്തതുപോലെ സംസാരിക്കുന്നു. സോ രാജാവിന്റെ കൂടെ നിൽക്കുന്നത് തന്റെ വളർച്ചയ്ക്ക് നല്ലതാണെന്ന് വിചാരിച്ച സാസയെ ഒരു അടിമയെ പോലെയാണ് രാജാവ് കാണുന്നത്. പിന്നീട് എല്ലാം അവസാനിച്ച് ക്യാപ്റ്റൻസ് എല്ലാം അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം വിസാർഡ് കിങ് പറഞ്ഞതനുസരിച്ച് എല്ലാ ക്യാപ്റ്റൻസും ഒരു മീറ്റിംഗിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ആസ്തയും നോയലും ഫിൻഡ്രലും മിമോസയും അവരുടെ കൂടെയുണ്ട്. ഹേയ്, നമ്മളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ജൂലിയസ് എന്താ വരാത്തെ? അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അല്ല, ഇവൻ ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞ് റില്ലിനെ തോണ്ടിക്കൊണ്ടിരിക്കുവാണ് യാമി. എനിക്കറിയില്ല, പക്ഷെ ആ സ്പെല്ലില്ലാതായത് മുതൽ ഇവൻ ഇങ്ങനെ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് ദൊറോത്തി പറയുന്ന സമയത്താണ് വിസാർഡ് കിങ്ങും മാക്സും അങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് അവരുടെ പുറകെ വരുന്ന ഡാനിഷോയെ അവർ കാണുന്നത്. ഹേയ്, നീ എന്താ ഇവിടെ? എന്റെ സ്ക്വാഡിലെ ഒരു മെമ്പറുമായി ഇനിയും പ്രശ്നം ഉണ്ടാക്കാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ? ഹേ യാമി, ഞാൻ വിളിച്ചിട്ടാണ് അവൻ വന്നത്. അവനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്നെയും ആശങ്കപ്പെടുത്തുന്നതായി എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇന്ന് നമ്മൾ സ്പേഡ് കിണ്ടത്തിലുള്ള ഡെവിളിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഡെവിളിനെ പറ്റി അന്വേഷിക്കാൻ നമ്മുടെ കൂടെയുള്ള കുറച്ചു പേർ ഹാർട്ട് കിണ്ടത്തിലോട്ട് പോയിരുന്നു. അങ്ങോട്ട് പോയവർ തന്നെ നമുക്ക് അതിനെ കുറിച്ച് വിശദീകരിച്ചു തരും. ഹാർട്ട് കിണ്ടത്തിൽ മേജേഴ്സിന്റെ ശക്തി അളക്കാൻ അവർ ഉപയോഗിക്കുന്നത് 9 മുതൽ 0 വരെയുള്ള സ്റ്റേജസ് ആണ്. സ്റ്റേജിന്റെ എണ്ണം കുറയുന്നതനുസരിച്ചാണ് അവർ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് വിലയിരുത്തുന്നത്. 0 സ്റ്റേജിൽ നിൽക്കുന്ന വളരെ കുറച്ചു പേര് മാത്രമേ ആ രാജ്യത്തുള്ളൂ. ഒരു ഡെവിളിനെ തോൽപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് എല്ലാവരും സ്റ്റേജ് 1-ലായിരിക്കണം. അവിടുത്തെ രാജ്ഞിയായ ലോറോ ബച്ചിക്ക് കേഴ്സ് ബാധിച്ചിട്ടുണ്ട്. 1 വർഷം മാത്രമേ അവർക്ക് ആയുസുള്ളൂ. അതിന് കാരണവും മെഗിക്കുല എന്ന ആ ഡെവിളാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ബുള്ളിലെ മറ്റൊരു സംഘം ഡയമണ്ട് കിണ്ടത്തിലോട്ട് പോയ സമയത്ത് സ്പേഡ് കിണ്ടത്തിലെ ഒരു മേജ് അവിടെയുള്ളവരെ ആക്രമിക്കുന്നത് കണ്ടിരുന്നു. അതിന് പുറകിൽ ആ ഡെവിൾ ആണെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. മറ്റു സൂചനകൾ സത്യമാണെങ്കിൽ അടുത്തത് അവരുടെ ലക്ഷ്യം ഹാർട്ട് കിണ്ടമായിരിക്കും. സോ ഹാർട്ട് കിണ്ടത്തെ അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് അവരെ അറ്റാക്ക് ചെയ്യാനാണ് ഹാർട്ട് കിണ്ടം തീരുമാനിച്ചിരിക്കുന്നത്. അതിന് അവർക്ക് നമ്മളെയും നമ്മുടെ സ്ക്വാഡുകളെയും ആവശ്യമുണ്ട്. ഒരു ഡെവിളുമായി യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്വാഡുകൾ ഇനിയും ശക്തരായേ പറ്റൂ. നമ്മുടെ മുമ്പിൽ 6 മാസം സമയമുണ്ട്. അതിനുവേണ്ടി ലോറോ ബച്ചികയുടെ സ്പിരിറ്റ് ഗാർഡിയൻസും നമ്മളെ സഹായിക്കും. നിങ്ങളെല്ലാം അതിന് കൂടെ നിൽക്കില്ലേ എന്ന് അവരോട് ചോദിക്കുവാണ് വിസാർഡ് കിങ്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ബ്ലാക്ക് ബുൾസ് ഇതിനോടകം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 6 മാസത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. അപ്പോഴാണ് വില്യം എഴുന്നേറ്റ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ ഫൈറ്റിൽ പങ്കെടുക്കും. പക്ഷെ ഞാൻ ചെയ്ത തെറ്റുകൾ ഒരിക്കലും ക്ഷമിക്കാനാകാത്തതായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്റെ സ്ക്വാഡിനെ നേരിടാൻ ഞാൻ അർഹനല്ല. അതുകൊണ്ട് ഒരുപാട് സങ്കടത്തോടെയാണെങ്കിലും ഈ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഡെവിളിനെ ഇല്ലാതാക്കാൻ ഞാൻ എന്റെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് ക്യാപ്റ്റൻ വാഞ്ചൻസ് അവരോട് പറയുന്നു. ഇതിനെല്ലാം കാരണം അയാളാണെങ്കിൽ ഞാനും അതിൽ ഉൾപ്പെടും. എന്റെ ബോഡി കൺട്രോൾ ചെയ്തത് എൽഫാണെങ്കിലും ഞാൻ ക്ഷമിക്കാനാകാത്ത ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തു. തീർച്ചയായിട്ടും ഞാനൊരു മരണശിക്ഷയ്ക്ക് അർഹനാണ്. ഞാനും പരാജയപ്പെട്ടു. ഒരു ക്യാപ്റ്റനായിരിക്കാൻ ഞാൻ അർഹനല്ല. ഹേയ്, വെയിറ്റ്.
നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ക്യാപ്റ്റന്മാരായ നിങ്ങളെ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൽഫായി മാറിയ മറ്റു മാജിക് നൈറ്റ്സും ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. അവരെയെല്ലാം ശിക്ഷിച്ചാൽ ഈ രാജ്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ ആരാ ഉണ്ടാവുക? നിങ്ങൾ ചെയ്തതിനെല്ലാം പ്രായച്ചിത്തം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ മറക്കുമല്ലാതെ വേറെ വഴിയില്ല. സോ ഈ രാജ്യം പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം. നിങ്ങളെ എല്ലാവരെയും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാണ് വിസാർഡ് കിങ്. സോ എല്ലാ മാജിക് നൈറ്റ്സ് ക്യാപ്റ്റൻസും വിസാർഡ് കിങ് പറഞ്ഞതനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഹേയ് ഡാനിഷോ, നിങ്ങളും ഇതിനോട് യോജിക്കുന്നില്ലേ? ആ ഡെവിളിനെ തോൽപ്പിക്കാൻ വേണ്ടി മാജിക് നൈറ്റ്സ് അടുത്ത 6 മാസത്തിനുള്ളിൽ ഒരുപാട് സ്ട്രോങ് ആയി മാറേണ്ടി വരും. പെയ്ഡ് കിങ്ഡവുമായുള്ള ആ യുദ്ധം അവസാനിച്ചതിന് ശേഷം ആസ്തയെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്കിതിനോട് എതിർപ്പൊന്നുമില്ല. ബിക്കോസ് ക്ലോവർ കിങ്ഡത്തിന് ഇത് ശരിക്കും നല്ലൊരു തീരുമാനമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സഹകരിക്കുന്നത് എന്ന് പറഞ്ഞ് ഡാനിഷ അവിടെ നിന്നും പോകുന്നു. സോ ഡാനിഷയോട് തനിക്ക് വേണ്ടി സംസാരിച്ച വിസാർഡ് കിങ്ങിനോട് നന്ദി പറയുവാണ് ആസ്ത. ശരി, ഒരിക്കൽ കൂടി നിങ്ങളുടെ ഒക്കെ സഹായം എനിക്ക് ആവശ്യമാണ് എന്ന് വിളിച്ചു പറയുവാണ് വിസാർഡ് കിങ്. സോ എല്ലാ സ്ക്വാഡ് ക്യാപ്റ്റൻസും തങ്ങളുടെ ടീമിനെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി മാറ്റാൻ തയ്യാറായി നിൽക്കുവാണ്. എന്തുകൊണ്ട് എല്ലാ സ്ക്വാഡുകളെയും ഒരുമിച്ച് ട്രെയിനിങ് കൊടുത്തൂടാ? തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്ഷനാണ്. മോക്ക് ബാറ്റിൽ നടത്തുന്നതും നല്ലൊരു സഹായമായിരിക്കും. ഹേയ്, നമുക്ക് കുറച്ച് ഹീലിംഗ് മേജേഴ്സിനെ കൂടി കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഹേയ് മാക്സ്, അവരെ അകത്തോട്ട് കൊണ്ടുവരാനുള്ള കറക്റ്റ് സമയം ഇതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വിസാർഡ് കിങ് അങ്ങോട്ട് ഒരാളെ കൊണ്ടുവരുന്നു. പർപ്പിൾ ഓർക്കസിന്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്ന ഗുൾഡർ പോയ്സാത്ത് ആയിരുന്നു അത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മുഖം വളരെയധികം സുപരിചിതമായിരിക്കും. അന്ന് ആ പ്രശ്നം നടന്ന സമയത്ത് ഇവൻ ഷാഡോ പാലസിൽ കവർച്ച നടത്തി. മുൻപ് മാജിക് നൈറ്റ് ആയിരുന്ന റവിച്ചിയുടെ കൂടെ ചേർന്ന് ഒരുപാട് വിലയേറിയ രത്നങ്ങളും പുരാതന മാജിക് ഐറ്റംസും മോഷ്ടിക്കാൻ ഇവർ ശ്രമിച്ചു. പക്ഷെ ഇവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ ഇവനോട് ക്ഷമിക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ആർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. പോയ്സാത്ത് ബിസിനസ്സിൽ വളരെയധികം ടാലന്റഡ് ആണ്. അവൻ ഇതിലും വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്. ഇവൻ മോഷ്ടിക്കാൻ ശ്രമിച്ച ആ നിധികൾ രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങൾ ഞങ്ങളെ ഇനിയും സഹായിക്കില്ലേ എന്ന് വിസാർഡ് കിങ് അവനോട് ചോദിക്കുന്നു. ഓ നോ, ഇനി ഞാൻ എന്ത് പറയും? ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ത് പറയുന്നു? നിങ്ങൾ സഹായിക്കില്ലേ? തീർച്ചയായിട്ടും എന്റെ സഹായം മുഴുവനായിട്ട് ഉണ്ടാകും വിസാർഡ് കിങ്. സോ പോയ്സാത്ത് എന്താണോ ഇല്ലീഗലായിട്ട് ചെയ്യുന്നത് അത് ലീഗലായിട്ട് രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറയുവാണ് വിസാർഡ് കിങ്. ഇല്ലെങ്കിൽ കൊന്നുകളയോന്ന് ഇൻഡയറക്റ്റ് ആയിട്ടും പറയുന്നു. അതുപോലെ റോയൽ ക്യാപിറ്റലിന്റെ നാശനഷ്ടങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമ്പത്ത് ആവശ്യമാണ്. നമ്മുടെ രാജ്യം ഫൈനാൻഷ്യലി അത്ര മികച്ചതല്ലാത്തത് കൊണ്ട് മാജിക് നൈറ്റ് ക്യാപ്റ്റൻസിന്റെ സാലറി പകുതിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേട്ടതും ജാക്കും യാമിയും ആകെ അങ്ങ് ഇല്ലാണ്ടാകുന്നു. സോ മറ്റ് ക്യാപ്റ്റൻസ് എല്ലാം നോബിൾസ് ആയതുകൊണ്ട് അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. എന്നാൽ യാമിയുടെയും ജാക്കിന്റെയും കാര്യം അങ്ങനെ ആയിരുന്നില്ല. ഭൂരിഭാഗം പേരും അത് കുഴപ്പമില്ല എന്ന് പറയുന്നത് കൊണ്ട് അവർ രണ്ടുപേരും പറയുന്നത് വിസാർഡ് കിങ് കേൾക്കുന്നില്ല. ശരി, ഇനി നമുക്ക് മാജിക് നൈറ്റ് സ്ക്വാഡ് ക്യാപ്റ്റൻസിന്റെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് ശമ്പളം കുറച്ചതിന്റെ സങ്കടത്തിൽ യാമിയും ജാക്കും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അതിനൊരു ലിമിറ്റ് വേണം എന്ന് പറഞ്ഞ് മറ്റ് ക്യാപ്റ്റൻസ് ഒക്കെ അവിടെ നിന്നും പോകുന്നു. വില്യം, നീ അവിടെ നിൽക്ക്, നമുക്കൊരു കളി കളിക്കാം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം നിന്നിലൂടെ ഞങ്ങൾ തിരിച്ചെടുക്കും. ക്ലോവർ കിങ്ഡത്തിലെ നമ്പർ 1 ക്യാപ്റ്റൻ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. പിന്നീട് നമ്മൾ കാണുന്നത് ഇട്ട വസ്ത്രങ്ങൾ പോലും കളിച്ച് നഷ്ടപ്പെടുത്തിയ യാമിയെയും ജാക്കിനെയുമാണ്. നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് ഒരുപാടധികം നന്ദിയുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പഴയതുപോലെയാണ് നിങ്ങൾ എന്നോട് പെരുമാറുന്നത്. ഈ ഡെവിളിനെ ഇല്ലാതാക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഉപയോഗിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നു. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വില്യം അവിടെ നിന്നും പോകുന്നു.